അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു സെന്റൻസിന്റെ ക്ലാരിഫിക്കേഷൻ ആണ്, വേറൊന്നുമല്ല. നമ്മൾ ഈവൻ യൂസ് ചെയ്ത് ഒരുപാട് സെന്റൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലൊരു കമന്റ് വന്നതാണ്, ഐ ഡോണ്ട് ഈവൻ ഹാവ് ടൈം ടു ഈറ്റ്. എല്ലാ സെന്റൻസുകളിലും നമ്മൾ ഈവൻ യൂസ് ചെയ്ത് എന്താണ്, സബ്ജക്ട് കഴിഞ്ഞ് ഈവൻ കഴിഞ്ഞ് നമ്മുടെ വെർബ്. ഈവൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഏതൊരു കാര്യത്തെയാണോ എംഫസൈസ് ചെയ്യുന്നത്, ഏതൊരു കാര്യത്തെയാണോ നമ്മൾ സൂചിപ്പിക്കുന്നത്, അതിന്റെ തൊട്ടു മുമ്പെയാണ് ഈവൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം അവൻ ചായ പോലും കുടിച്ചില്ല, ഇവിടെ അവൻ കുടിച്ചില്ല എന്നതിനെയാണ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറയേണ്ടത്, ഹി ഡിഡ്ന്റ് ഈവൻ ഡ്രിങ്ക്. അത് കഴിഞ്ഞിട്ട് ഈവൻ ഡ്രിങ്ക് എന്നിട്ടാണ് നമ്മൾ ടി യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സെന്റൻസുകളിലൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പം ഐ കഴിഞ്ഞു, ചില സിറ്റുവേഷനിൽ ഈവൻ യൂസ് ചെയ്ത് ഈറ്റ്. അപ്പൊ ആ കുടിച്ചില്ല കഴിച്ചില്ല എന്ന് പറയുമ്പോൾ അതായിരിക്കും അവിടെ എംഫസൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈവൻ ഡ്രിങ്ക്, അതുപോലെ ഈവൻ ഈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവൻ കുടിച്ചില്ല അവൻ കഴിച്ചില്ല ഇതിനെയാണ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്, അവിടെയാണത് പറയേണ്ടത്. അപ്പൊ ഈ ഒരു സെന്റൻസിലാണ് ആ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ വന്നത്, ഐ ഡോണ്ട് ഈവൻ ഹാവ് ടൈം ടു ഈറ്റ് എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഈറ്റിന്റെ മുന്നേ ഈവൻ യൂസ് ചെയ്തില്ല എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോ ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് എംഫസൈസ് ചെയ്ത് നമ്മൾ പറയുന്നത്, ഐ ഡോണ്ട് ഈവൻ ഹാവ് ടൈം, എനിക്ക് കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇവിടെ ഈ സമയത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ഐ ഡോണ്ട് ഈവൻ ഹാവ് ടൈം ടു ഈറ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി വേറൊരു സെന്റൻസ് പറയാം. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, എനിക്ക് 1/2 മണിക്കൂർ പോലും റെസ്റ്റ് കിട്ടിയില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇവിടെ നമ്മളെ ഒന്നും കൂടി ഊന്നൽ കൊടുത്ത് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്ത് പറയുന്ന കാര്യം എന്താണ്, റെസ്റ്റ് കിട്ടിയില്ല എന്നാണ്, അല്ലെ. എനിക്ക് 1/2 മണിക്കൂർ പോലും റെസ്റ്റ് കിട്ടിയില്ല. അപ്പൊ ഒരു സെന്റൻസ് ഇതാണ്. ഈ സെന്റൻസിൽ പറയുന്നത് ഐ ഡിഡ്ന്റ് ഈവൻ ഗെറ്റ് റെസ്റ്റ്, എനിക്ക് റെസ്റ്റ് പോലും കിട്ടിയില്ല ഫോർ ഹാഫ് ആൻ അവർ. അപ്പൊ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ പല വിധത്തിലായിരിക്കും. നമ്മൾ എന്തിനെയാണോ നമ്മൾ എംഫസൈസ് ചെയ്ത് പറയേണ്ടത് അതിന്റെ തൊട്ട് മുമ്പെയാണ് ഈവൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സ്ട്രക്ചർ. അപ്പൊ പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇപ്പൊ ബേസ് ഫോം ആണെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ഈവൻ യൂസ് ചെയ്ത് നമുക്ക് എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞതിന് ശേഷം നമ്മുടെ ടൈം, ഒബ്ജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈവൻ എന്നുള്ളത്. 1/2 മണിക്കൂർ പോലും എനിക്ക് റെസ്റ്റ് കിട്ടിയില്ല. ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണ്, 1/2 മണിക്കൂർ പോലും എന്നുള്ളതല്ല നമ്മുടെ ഇവിടുത്തെ കാര്യം. എന്താണ്, റെസ്റ്റ് കിട്ടിയില്ല, 1/2 മണിക്കൂർ പോലും എനിക്ക് റെസ്റ്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ തറപ്പിച്ച് പറയാനുള്ളത് റെസ്റ്റ് കിട്ടിയില്ല എന്നാണ്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പെയാണ് നമ്മൾ ഈവൻ എന്ന് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് 1/2 മണിക്കൂർ പോലും റെസ്റ്റ് കിട്ടിയില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡിഡ്ന്റ് ഈവൻ ഗെറ്റ് റെസ്റ്റ് ഫോർ, എന്നിട്ട് ഫോർ ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് മുമ്പേ ഫോർ ഹാഫ് ആൻ അവർ. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഇവിടെ ഞാൻ മലയാളം തന്നെ കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു സെന്റൻസ്, അവൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇവിടുത്തെ സെന്റൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറഞ്ഞില്ല. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈവൻ യൂസ് ചെയ്ത് പറയേണ്ടത്, വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് തന്നിട്ടില്ല, അവൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല, അവൾ പറഞ്ഞില്ല, ഷീ ഡിഡ്ന്റ് സേ ആണ്, അല്ലെ. ഇവിടെ നമ്മൾ ഊന്നൽ കൊടുത്തില്ലെങ്കിൽ എംഫസൈസ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഒരു വാക്ക് പോലും എന്നാണ്. അപ്പൊ ആ ഒരു സെന്റൻസ് എങ്ങനെ ഈവൻ യൂസ് ചെയ്ത് പറയും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ അവൻ വെള്ളം പോലും കുടിച്ചില്ല, അതുപോലെ അവൾ എന്നെ വിളിക്ക പോലും ചെയ്തില്ല, അവൾ എന്നെ വിളിച്ചത് പോലുമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് സെന്റൻസ് നമുക്ക് ഇതുപോലെ പറയാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സെന്റൻസ് ആണ്, ഇങ്ങനെ ഈവൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനി കൂടുതൽ സെന്റൻസ് അറിയാമെങ്കിൽ അതും കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈവൻ യൂസ് ചെയ്യേണ്ടത്. ഈവന് പ്രത്യേക ഒരു സ്ട്രക്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് അതിന്റെ തൊട്ട് മുമ്പേ ഈവൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സംസാരത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് എന്തെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന സെന്റൻസ് കമന്റ് ചെയ്യുക. ഈ ഒരു സെന്റൻസ് മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.